നമസ്കാരം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നേരിട്ടുള്ള ഈ യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതികാരത്തിന്റെ കഥ കൂടിയാണ്. വർഷങ്ങളോളം ഇറാനും ഇസ്രയേലും തമ്മിൽ നടന്നത് ഒരു നിഴൽ യുദ്ധമായിരുന്നു. നേരിട്ട് ഏറ്റുമുട്ടാതെ സൈബർ ആക്രമണങ്ങളിലൂടെയും ചാരവൃത്തിയിലൂടെയും പരസ്പരം തളർത്താനായിരുന്നു ഇരുപക്ഷവും ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ നിഴലുകൾ മാഞ്ഞു പോയിരിക്കുന്നു. ഇസ്രയേലിന്റെ കുതിച്ചുപായുന്ന മിസൈലുകളും ഇറാന്റെ ഡ്രോൺ വ്യൂഹങ്ങളും ആകാശത്ത് മരണനൃത്തം ചവിട്ടുകയാണ്. ഈ യുദ്ധത്തിന്റെ വേരുകൾ തേടിപ്പോയാൽ ചെന്നെത്തുന്നത് 1979 ഇറാൻ വിപ്ലവത്തിലാണ്. അന്നു മുതൽ ഇസ്രയേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. മറുഭാഗത്ത് ഇറാന്റെ ആണവായുധ മോഹങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രയേലും വിശ്വസിക്കുന്നു. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ തെരുവിലിട്ട് വധിച്ച മൊസാദിന്റെ നീക്കങ്ങളും ഇറാന്റെ സൈനിക തലവൻ കാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതും ഇന്നും ഇറാന്റെ മായാത്ത മുറിവുകളാണ്. ആ പഴയ പകയുടെ കനലുകളാണ് ഇപ്പോൾ വീണ്ടും ആളിപ്പടരുന്നത്. സ്വന്തം നിലനിൽപ്പിനായി ഇസ്രയേൽ നടത്തുന്ന ഈ പോരാട്ടം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വത്തിനുള്ള വെല്ലുവിളിയാണ്. അയത്തുള്ള അലി ഖമേനിയുടെ മരണം ഇറാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു നേതാവിന്റെ നഷ്ടമല്ല, മറിച്ച് ഒരു യുഗത്തിന്റെ അന്ത്യം കൂടിയാണ്. ദക്ഷിണ ലെബനനിൽ ഹിസ്ബുള്ളയുമായുള്ള കടുത്ത പോരാട്ടത്തിൽ ഇന്ന് 4 ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ ഈ മേഖലയിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം 10 ഹിസ്ബുള്ളയുടെ താവളങ്ങൾ തകർക്കാൻ ഇസ്രായേൽ സൈന്യം കരയുദ്ധം ശക്തമാക്കുകയാണ്. ടെഹ്റാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഭീകരമാണ്. നഗരത്തിന്റെ പർവ്വത മേഖലയിൽ വലിയ അഗ്നിഗോളങ്ങൾ ഉയരുന്നു. സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതിന് പിന്നാലെ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇരുട്ടിലായ നഗരത്തിനു മുകളിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ സ്ഫോടനങ്ങളുടെ വീഡിയോ പങ്കുവച്ചത് ലോകമെമ്പാടും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇത് ഇറാന്റെ ഹൃദയഭാഗത്ത് ഇസ്രായേൽ നടത്തുന്ന കൃത്യമായ പ്രഹരങ്ങളുടെ തെളിവാണ്. യുദ്ധക്കളത്തിലെ മിസൈലുകളെക്കാൾ മാരകമായ ഒന്നാണ് ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം. ലോകത്തെ മൊത്തം എണ്ണക്കടത്തിന്റെ 20% കടന്നുപോകുന്ന ഈ ഇടുങ്ങിയ പാത ഇറാൻ ഭാഗികമായി അടച്ചിട്ടിരിക്കുകയാണ്. ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ കഴുത്തിന് പിടിക്കുന്നതിന് തുല്യമാണ്. എണ്ണക്കപ്പലുകൾ നിശ്ചലമാകുമ്പോൾ ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരും. അമേരിക്കയിൽ ഇതിനോടകം തന്നെ ഗ്യാസോലിൻ വില ഗ്യാലണിന് $4 കടന്നു. ഇത് വരാനിരിക്കുന്ന ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനയാണ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ഇറാൻ തയ്യാറായില്ല എങ്കിൽ ലോകത്തെ ചരക്ക് നീക്കം പൂർണ്ണമായും തടസ്സപ്പെടും. പട്ടിണിയും വിലക്കയറ്റവും സാധാരണക്കാരന്റെ അടുക്കളയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇറാനെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 6 ഇറാൻ ഒരു കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ അവരുടെ എണ്ണ ശുദ്ധീകരണ ശാലകൾ, വൈദ്യുതി നിലയങ്ങൾ, ശുദ്ധജല വിതരണ സംവിധാനങ്ങൾ എന്നിവ തകർക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഒരു രാജ്യത്തിന്റെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യം വെക്കുക എന്നത് കടുത്ത നടപടിയാണെങ്കിലും ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് നീങ്ങുന്നത്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറ്റൊരു വശത്ത് വലിയൊരു ആക്രമണത്തിന് അമേരിക്കയും ഇസ്രയേലും തയ്യാറെടുക്കുന്നു എന്നതും വ്യക്തമാണ്. യുദ്ധം ഇപ്പോൾ ഇറാനിലും ഇസ്രയേലിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അത് അയൽ രാജ്യങ്ങളിലേക്കും പടരുകയാണ്. US സൈന്യത്തിന് ആതിഥേയത്വം വഹിക്കുന്ന അമീർ സുൽത്താൻ വ്യോമത്താവളത്തിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണമുണ്ടാക്കി. ഇത് മേഖലയിലെ US സാന്നിധ്യത്തിന് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളി കൂടിയാണ്. ദുബായ് തുറമുഖത്ത് കുവൈറ്റ് എണ്ണ ടാങ്കറിന് തീപിടിച്ചു. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ദുബായിലെ ജനവാസ മേഖലകളിൽ ആളുകൾക്ക് പരിക്കേറ്റു. ബഹ്റൈനിൽ അപായ സൈറനുകൾ മുഴങ്ങി. ഇത് പ്രവാസികളെ വലിയ ഭീതിയിലാക്കുന്നു. UN സമാധാന സേനാംഗങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രധാനമാണ്. യുദ്ധത്തിന്റെ ആഘാതം ആകാശത്തോളം ഉയർന്നിരിക്കുകയാണ്. കൊറിയൻ എയർ പോലുള്ള വിമാന കമ്പനികൾ ഏപ്രിൽ മുതൽ അടിയന്തര മാനേജ്മെന്റ് മോഡിലേക്ക് മാറുകയാണ്. ഇന്ധനവില വർധനവ് മൂലം സർവീസുകൾ വെട്ടിച്ചുരുക്കാനും വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കാനും കമ്പനികൾ നിർബന്ധിതരാകുന്നു. ഇത് വിനോദസഞ്ചാരത്തെയും ആഗോള ബിസിനസിനെയും വല്ലാതെ ബാധിക്കും. യുദ്ധം നീണ്ടുപോയാൽ ലോകത്തെ പ്രധാന എയർലൈനുകൾ പലതും തകർച്ചയുടെ വക്കിലെത്തും. ആഗോളവൽക്കരണത്തിന്റെ തകർച്ചയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഈ യുദ്ധം എങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ പോകുന്നത്? 3 പ്രധാന സാധ്യതകളാണ് മുന്നിലുള്ളത്. സാധ്യത 1, നയതന്ത്രപരമായ ഒത്തുതീർപ്പ്. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാൻ ഏപ്രിൽ 6 മുൻപ് ഒരു കരാറിൽ ഒപ്പിടും. ഇതിലൂടെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കപ്പെടുകയും എണ്ണവില നിയന്ത്രണ വിധേയമാവുകയും ചെയ്യും. എന്നാൽ ഇത് താൽക്കാലികമായ ഒരു സമാധാനം മാത്രമായിരിക്കും. ഉള്ളിലെ പക ഇനിയും പുകഞ്ഞുകൊണ്ടിരിക്കും. സാധ്യത 2, ഇറാൻ വഴങ്ങുന്നില്ല എങ്കിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചേക്കാം. ഇതിന് പ്രതികാരമായി ഇറാൻ പശ്ചിമേഷ്യയിലെ എല്ലാ US താവളങ്ങൾക്കും ഇസ്രയേലിന് നേരെ മിസൈൽ മഴ വർഷിക്കും. ഇത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും വഴിമാറ്റാം.
സാധ്യത 3. തുടർച്ചയായ ഉപരോധങ്ങളും ആക്രമണങ്ങളും മൂലം ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഭരണകൂടത്തിനെതിരെ ജനരോഷം ഉയർന്നേക്കാം. ഒരു ആഭ്യന്തര കലാപത്തിലൂടെ ഇറാന്റെ അധികാരം പിടിച്ചെടുക്കാൻ പടിഞ്ഞാറൻ ശക്തികൾ ശ്രമിച്ചേക്കാം. ഈ യുദ്ധം ആര് ജയിക്കും എന്നതിനേക്കാൾ പ്രസക്തമായ ചോദ്യം ഇത് ലോകത്തെ എത്രത്തോളം പിന്നോട്ട് അടിക്കുമെന്നതാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. പതിറ്റാണ്ടുകളായി തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശക്തികളെ എന്നേക്കുമായി തളയ്ക്കാനുള്ള ഒരു നിർണായക നീക്കമായാണ് അവർ ഇതിനെ കാണുന്നത്. എന്നാൽ ഭരണാധികാരികൾക്ക് യുദ്ധം വെറുമൊരു നയതന്ത്ര നീക്കം മാത്രമായിരിക്കുമ്പോൾ സാധാരണക്കാരന് അത് വീടും ജീവിതവും നഷ്ടപ്പെടുന്ന ദുരന്തമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക ഗൾഫ് മേഖലയിലെ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷ കൂടിയാണ്. യുദ്ധം പടരുന്നത് അവരുടെ തൊഴിലിനെയും ജീവിതത്തെയും നേരിട്ട് ബാധിക്കും. പശ്ചിമേഷ്യയിലെ അസ്ഥിരത ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെയും വിദേശ നാണ്യ ശേഖരത്തെയും ബാധിക്കുന്ന പ്രധാന വെല്ലുവിളി കൂടിയാണ്. സുരക്ഷിതമായ ഒരു പശ്ചിമേഷ്യ എന്നത് ലോകത്തിന്റെ ആവശ്യം കൂടിയാണ്. ഇസ്രയേലിന്റെ അത്യാധുനികമായ സൈനിക നീക്കങ്ങളും ട്രംപിന്റെ ഡീൽ രാഷ്ട്രീയവും ഇറാനെ ഒരു വശത്ത് പ്രതിരോധത്തിലാക്കുന്നുമുണ്ട്. ഒരു കരാർ ഉണ്ടായാൽ പോലും ആ പഴയ പകയുടെ കനലുകൾ ഉള്ളിൽ പുകഞ്ഞുകൊണ്ട് തന്നെയിരിക്കും. ഓരോ മിസൈൽ ആക്രമണവും വരും തലമുറയുടെ മനസ്സിൽ വിദ്വേഷത്തിന്റെ പുതിയ വിത്തുകൾ പാവുകയാണ് ചെയ്യുന്നത്. ഇത് ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു നിഴൽയുദ്ധത്തിന്റെ പരസ്യമായ തുടർച്ച കൂടിയാകാനാണ് സാധ്യത. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതും എണ്ണവില കുതിക്കുന്നതും ലോകത്തെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കും തള്ളിവിടും. അമേരിക്കയും യൂറോപ്പും മാത്രമല്ല ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളിലും ഇത് വലിയ ആഘാതമുണ്ടാക്കും. വിമാനങ്ങൾ നിലത്തിറങ്ങുന്നതും ചരക്ക് നീക്കം തടസ്സപ്പെടുത്തുന്നതും സൂചിപ്പിക്കുന്നത് ആഗോളവൽക്കരണത്തിന്റെ തകർച്ച കൂടിയാണ്. ഓരോ രാജ്യവും സ്വന്തം നിലനിൽപ്പിനായി പൊരുതേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇത് സൃഷ്ടിക്കും. പഴയ പകയുടെ കണക്ക് പുസ്തകങ്ങൾ തുറന്നു വെച്ച് യുദ്ധം ചെയ്യുന്നവർ ഓർക്കാത്ത ഒന്ന്, യുദ്ധം ഒന്നും നേടിത്തരുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടിയാണ്. അവസാനം ബാക്കിയാവുന്നത് വെറും ചാരവും കണ്ണീരും മാത്രമായിരിക്കും. ഏപ്രിൽ 6 എന്ന തീയതി സമാധാനത്തിന്റെ ഒരു പുതിയ തുടക്കമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ലോകത്തിന്റെ സമാധാനം എന്നത് ആയുധങ്ങളുടെ എണ്ണത്തിലല്ല, വിവേകപൂർണമായ തീരുമാനത്തിൽ കൂടിയാണ് ഇരിക്കുന്നത്. മറ്റൊരു മഹായുദ്ധം താങ്ങാനുള്ള കരുത്ത് ഇന്നത്തെ ലോകത്തിനില്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.